ഖൈരി ഇലൽ ഇബാദി നാസിൽ വശർറുഹും ഇലയ്യ സായിദ് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. ഇതിലും വലിയ ഹദീസ് ഇന്ന് ഈ സദസ്സിൽ എനിക്ക് പറയാനില്ല. ഖൈരി, എന്റെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇലൽ ഇബാദ്, എന്റെ സൃഷ്ടികളിലേക്ക് ഞാൻ നാസിലുൻ, ബ്ലസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. 1440 മിനിറ്റ് ഡെയിലി നമ്മൾക്ക് മുമ്പിലൂടെ തീർന്നു പോകുമ്പോ 1440 × 3 കോടി നിഅമത്തുകളെയാണ് പൊന്നുമോനെ നിന്റെ ശരീരത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. മോളെ 1440 തവണ അപ്ഡേറ്റ് ചെയ്യുന്നു നിന്റെ 3 കോടി നിഅമത്തുകളെ. എന്താണ് ആ അല്ലാഹു സ്നേഹമല്ലാതെ മറ്റെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാ നമ്മൾ ചിത്രീകരിക്കുക? 1440 ഒരു ദിവസം അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിയമത്തുകളിൽ, നമ്മുടെ ശരീരത്തിന് മാത്രം നൽകുന്ന നിയമത്തുകളിൽ, ആ നിയമത്തുകളെ നേരെ തിരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വശർറുഹും, ഷർറിനാണ്. അവൻ ഇഷ്ടമില്ലാത്തത് കാണാനാ കണ്ണുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് കേൾക്കാനാ കാതുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് പറയാനാ നാക്കുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് ചിന്തിക്കാനാ മനസ്സിന് ഉപയോഗപ്പെടുത്തിയത്, അവൻ ഇഷ്ടമില്ലാത്തത് പിടിക്കാനാണ് കൈകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തിടത്തേക്ക് നടക്കാനാണ് കാലുകൾ ഉപയോഗപ്പെടുത്തിയത്. മൊത്തത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് പ്രദർശിപ്പിക്കാനാണ് എന്റെ കാമുകയോടൊന്നിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത്. മോളെ മോനെ ആലോചിക്ക്, ഫെയർവെൽ പാർട്ടിയുടെ സമയത്ത്, പിക്നിക്കിന്റെ സമയത്ത്, ആർട്സ് ഡേ സ്പോർട്സ് ഡേയുടെ സമയത്ത്, കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ചെന്ന് പോയിട്ട് നീ എടുക്കുന്ന സെൽഫിയില്ലേ അല്ലാഹു തന്ന 3 കോടിയെ ഒന്നിച്ചവൻ ഇഷ്ടമില്ലാത്തതിലേക്ക് പ്രൊജക്ട് ചെയ്യുകയല്ലേ, പോസ്റ്റ് ചെയ്യുകയല്ലേ ഞാനും നീയുമൊക്കെ ചെയ്യുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ, ലിഅൻ യുസാഹിമ അഹദുകും ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമാ ഖൈറുൽ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅതൻ ലാ തഹില്ലു ലാ. നിനക്ക് ഹറാമായവരോടൊന്നിച്ച്, മഹറമല്ല ഭാര്യയുമല്ലാത്തവരോടൊന്നിച്ച് നീ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മോനെ മോളെ ചീഞ്ഞു നാറുന്ന പന്നിയെ നീ ഒന്നിച്ചിരുന്ന് പന്നിയുടെ തോളത്ത് കൈവച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലാണെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുക. വഇല്ലം യതൂബു ഇലയ്യ ഫഅന തബീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിയമത്തുകളെ അവൻ ഇഷ്ടമില്ലാത്തിടത്ത് വിനിയോഗിക്കുന്നു. എന്താ സംഭവിക്കാൻ പോവാ? അവൻ ചെയ്ത നിയമത്തുകൾ അവന് പൊരുത്തമില്ലാത്തിടത്ത് ഉപയോഗിച്ചാൽ പിന്നെന്താ സ്വാഭാവികമായി നടക്കേണ്ടത്? പ്രകൃതിപരമായ നിയമം പിന്നെന്താണ്? കൊടുക്കുന്ന നിയമത്തുകളെ പിൻവലിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, ഇനിയും എനിക്കിഷ്ടം എന്റെ അടിമകൾക്ക് നിയമത്തുകളെ കൊടുക്കാനാണ്. ഇങ്ങനെ പറഞ്ഞ് അല്ലാഹു എങ്ങനെയാണ് മോനെ മോളെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇഷ്ടമില്ലാത്തവരായി പോവാ, നരകത്തിന്റെ ആളായി പോവാ? അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, ഇനിയും ഞാൻ അവർക്ക് നിയമത്തുകളെ കൊടുക്കാൻ താല്പര്യമുള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ അല്ലാഹ്. ബോധ്യമായെങ്കിൽ ഉറക്കെ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹു. പാമ്പിനെ ഭയപ്പെട്ട പോലെ റബ്ബിനെ ഭയക്കല്ലടോ, ഉപ്പയെ പ്രിയം വെച്ച പോലെ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, എനിക്കിഷ്ടം വീണ്ടും വീണ്ടും ആര് തെറ്റ് ചെയ്താലും, ആരെന്റെ നിയമത്തുകളെ നെവർ മൈൻഡ് ചെയ്താലും അവൻ ഇനിയും അനുഗ്രഹങ്ങളെ കൊടുക്കാനാണ് ഇഷ്ടം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
വഇൻ താബൂ ഇലയ്യ, മനുഷ്യർ തെറ്റ് ചെയ്യുമെന്നത് സ്വാഭാവികമാണ്, അവർ മൗസൂമീങ്ങളല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന ആളുകളോട് ഫഅന ഹബീബ്, ഞാൻ അവനോട് ഇന്റിമേറ്റ് ഫ്രണ്ട് പോലെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തൗബ ചോദിച്ചാൽ അവന്റെ ക്ലോസ് ഫ്രണ്ട് പോലെ ഞാൻ അവനത് തൗബ സ്വീകരിക്കും, ഞാൻ അവന് നന്മ ചെയ്തു കൊടുക്കും. വഇല്ലം യതൂബു ഇലയ്യ, ഇനി ഒരാൾക്ക് കിബർ കൊണ്ട്, സമയമില്ലായ്മ കൊണ്ട്, സമയമില്ലാതെ ഓടുന്നവരാ നമ്മളൊക്കെ, മൈഷത്തിന് വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി തിരക്കനുഭവിക്കുന്നവരും അഭിനയിക്കുന്നവരുമാ നമ്മളൊക്കെ. വഇല്ലം യതൂബു ഇലയ്യ, അങ്ങനെ എന്നിലേക്ക് തൗബ ചെയ്യാൻ ആള് റെഡിയല്ലെങ്കിൽ, സ്വർഗത്ത് പോവണമെങ്കിൽ ദോഷം പൊറുപ്പിക്കണം, അതിന് തൗബയാ മാർഗം. തൗബ ഒരാൾ ചെയ്താൽ ഞാൻ സ്വീകരിക്കും. എത്ര വലിയ തെറ്റ് ചെയ്തവനും തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും, എന്നിലേക്ക് മടങ്ങിയാൽ ഞാൻ സ്വീകരിക്കും. വഇല്ലം യതൂബു, ഒരാളിന് തൗബ ചെയ്തില്ലെങ്കിലോ, തൗബ ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിലടയൂലേ? അല്ലാഹു പറയുന്നത് വഅന തുബീബ്, ഞാൻ അവനോട് ഡോക്ടറെ പോലെയാണ് ഞാൻ അവനോട് പെരുമാറുക എന്ന്. എന്താണ് ഡോക്ടറുടെ ധർമ്മം? ഡോക്ടർ സമുദായത്തിൽ നിർവഹിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഡോക്ടർമാർ അവര് പഠിച്ച ആ ഒരു വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾക്കനുസരിച്ച്, പ്രൊഫസർമാർ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച്, പനി ബാധിച്ച് ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ ഒരു 350 ഡോസുള്ള ഒരു പാരാസിറ്റാമോൾ എഴുതി കൊടുക്കാം ഡോക്ടർ. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ മാറിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും അതേ ആതുരാലയത്തിലെത്തിയാൽ വീണ്ടും ഡോക്ടർ പറയുന്നു ഇത് തന്നെ മതി, ഡോസ് അല്പം കൂട്ടിക്കളയാം, 500. 3-ാം തവണ ചെന്നപ്പോഴും എഴുതി കൊടുത്തു 600 ഡോസുള്ള പാരാസിറ്റാമോൾ ഗുളിക തന്നെയാ കൊടുത്തത്. പിന്നെ ആ ഡോക്ടർ പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ രക്തവും മറ്റുമൊക്കെ. ഓർക്കണേ എന്റെ ചെറുപ്പക്കാർ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയാണ്. തൗബ എന്ന് പറയുന്ന മാപ്പിനെയാണ്, തൗബ എന്ന് പറയുന്ന ഓർഡറാണ് അവൻ പാപമോചനത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അത് ചെയ്യാത്തവന് പിന്നെ ഡോക്ടർ 350 ഡോസിൽ നിന്ന് 500ലേക്ക് ഉയർത്തിക്കൊടുത്ത പോലെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സ്വീകരിക്കുന്നത്. അതാണ് രോഗം, അതാണ് സാമ്പത്തിക നഷ്ടം, അതാണ് മറ്റു പ്രയാസങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം തരുമ്പോൾ നമ്മൾ ബേജാറാവേണ്ടതില്ല. നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രണ്ടാമത്തെ മാർഗമാണത്. ഇബ്തലീഹിം ബിൽ മസായിബ് ലിയുതഹിറഹും ബിൽ മാഇബ്. ചെറുപ്പക്കാർ ഓർക്കണേ, സാമ്പത്തിക ക്രൈസിസുകൾ വന്നല്ലോ, എക്കണോമിക്കൽ ക്രൈസിസ് 3 മാസങ്ങൾക്ക് മുമ്പേ. ആലോചിക്കുക, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പടച്ചവനിലേക്ക് തിരിച്ച് ഒരു 10 മിനിറ്റെങ്കിലും രാത്രിയുടെ അന്ത്യായാമങ്ങളിലോ മക്തൂബത്തായ നിസ്കാരങ്ങൾക്ക് ശേഷമോ മറ്റാളയിഞ്ഞ സമയങ്ങളോ ദുആ ചെയ്യാൻ ആരാ സമയം കണ്ടെത്തിയത്? പിന്നെങ്ങനെയാ നമ്മൾ സ്വർഗത്തിൽ പോവാ? ഞാനും നിങ്ങളും മൗസൂമീങ്ങളല്ലല്ലോ. സെക്കൻഡുകളിൽ തിന്മ ചിന്തിക്കുന്നവരാണ്, മിനിറ്റുകളിൽ തിന്മ കാണുന്നവരാണ്, വർഷങ്ങളിൽ ഒരുപാട് വലിയ വലിയ എമൗണ്ട് തിന്മയുടെ പാപഭാരം നമ്മുടെ കർമ്മപുസ്തകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെയാ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്? കിബർ കൊണ്ട് റബ്ബിലേക്ക് കൈ ഉയർത്താൻ മടിയുള്ളവർ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന രോഗങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ഇത് നമ്മൾ സ്വർഗത്തിലെത്താൻ സ്നേഹത്തിന്റെ ദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബ ചെയ്തില്ലെങ്കിലും, ഞാൻ പറഞ്ഞ ശരീഅത്തിന്റെ വളപ്പിൽ അവൻ നിന്നില്ലെങ്കിലും അവൻ സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹം കൊണ്ട് അല്ലാഹു തരുന്നതാണ് ലിയുതഹിറഹും ബിൽ മാഇബ്. ഒരുപാട് അയ്ബുകളെ, പോരായ്മകളെ കഴുകിക്കളയാൻ തരുന്ന രോഗമാണ്. കളയാൻ വേണ്ടി തരുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിവുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആരാണ് അല്ലാഹു? എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നന്മ ചെയ്യാ, അവനിലേക്ക് തിരിച്ചു നടക്കുക. ഇന്നത്തെ രാത്രിയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ, നമ്മുടെ വാട്സപ്പിൻ്റെതായാലും നമ്മുടെ ഫേസ്ബുക്കിൻ്റെതായാലും അക്കൗണ്ടുകളിൽ അല്ലാഹു കൂട്ടുകൂടാൻ പാടില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ അക്കൗണ്ടുകളിൽ ഫ്രണ്ടുകളായി നിലകൊള്ളുന്നുവെങ്കിൽ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ,
സ്നേഹനിധിയായ അള്ളാഹു തയ്യാർ ചെയ്ത സ്വർഗാരാമത്തിൽ 2 എണ്ണം ലഭ്യമാവാൻ ഇന്നത്തെ രാത്രി പോയി കിടന്നുറങ്ങുമ്പോ നിന്റെ അക്കൗണ്ട് എടുത്തിട്ട് ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിച്ച് അൺഫ്രണ്ട് ചെയ്യാനോ പോക്ക് ചെയ്യാനോ അന്ന് ശ്രമം നടത്തിയാൽ ചെറുപ്പക്കാരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്രയും ഇഷ്ടമാ അള്ളാഹ്ക്ക് നമ്മളോട്. ചെറുപ്പത്തിലെ നമ്മളൊക്കെ പഠിച്ചുപോയത്, 1-ാം ക്ലാസ്സിലെ പഠിച്ചുപോയത് ഇസ്ലാം കാര്യങ്ങളാണ്. എന്താണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്നത്? 5 എണ്ണമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭം എന്ന് പറയുന്ന. ആ 5 അതിന്റെ ബേസ് ഉള്ളത്. ആ ഇസ്ലാം കാര്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഒരാളെ എങ്ങനെയാ പ്രണയിക്കേണ്ടതെന്ന്. ആ പ്രണയത്തിന്റെ സ്റ്റെപ്പുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലെ തൂണുകളാക്കിയത്. ഏത് ഫേക്ക് ഐഡിയ, ഫേക്ക് പ്രൊഫൈൽ ഉപയോഗിച്ച് ചെറുപ്പക്കാരി പറ്റിച്ചാലും, ചെറുപ്പക്കാര് കബളിപ്പിച്ചാലും ആദ്യം ആരാണെന്നൊരു ബോധ്യം വരുന്നത് വരെ നമ്മളാരും കയറി പ്രണയിക്കില്ല. അത് ഫേക്ക് ഐഡിയയിലൂടെ ആവട്ടെ, അത് ഫേക്ക് പ്രൊഫൈലിലൂടെ ആവട്ടെ, പിക്ചറിലൂടെ ആവട്ടെ, ആദ്യം ആ പിക്ചറിനെ മനസ്സിലാക്കുകയും അതിനെയാ പ്രണയിക്കുന്നത്. അത് ഫേക്കാണെങ്കിൽ പിന്നീട് ഫെയിൽഡ് ആവുകയും ആത്മഹത്യയിലേക്ക് പോകുന്നു നമ്മൾ അറിയാറുണ്ട്. എന്നാലും നല്ലൊരു ബോധത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് പ്രണയം തുടങ്ങുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, എന്നോട് സഹകരിക്കണേ. പ്രണയത്തിന്റെ സ്റ്റെപ്പാ ഞാൻ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും തെറ്റിപ്പോയാൽ സഹകരിക്ക്. ആളെ ബോധ്യപ്പെട്ടു. ചിലപ്പോൾ പ്രണയമുണ്ടായത് സൗന്ദര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രണയമുണ്ടായത് സ്വഭാവം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രണയമുണ്ടായത് മറ്റേതെങ്കിലും ആഭിജാത്യമുള്ള കുടുംബത്തിന്റെ സമ്പത്തിന്റെ ബേസിലായിരിക്കാം പ്രണയം തുടങ്ങിയത്. ഏതായാലും തിരിച്ചറിവാണല്ലോ പ്രധാനം. ഇദല്ലാഹുവാൻ അൽ അഹദു അസ്സമദു ലം യലിദ് വലം യൂലദ് അല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രണയത്തിന് മുട്ടിട്ടു, രജിസ്ട്രേഷൻ കഴിഞ്ഞു. രണ്ടാമത്തേതോ ചാറ്റിങ്ങിലൂടെ ആയിരിക്കാം പ്രണയം തുടങ്ങിയത്, ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ ആയിരിക്കാം. ആ പെണ്ണിനെ ആണ് മനസ്സിലാക്കിയത്, ആണിനെ പെണ്ണ് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ് മോനെ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ് മോളെ? ഒന്ന് സംസാരിക്കാനുള്ള അവസരമായിരിക്കും പിന്നെ അന്വേഷിക്കുന്നത്. അത് മൊബൈലാവട്ടെ, അത് മറ്റേതെങ്കിലും കോളുകളിലാവട്ടെ, IMO കോളുകളിലാവട്ടെ, ഏതായാലും പിന്നൊന്ന് സംസാരിക്കണം. അതല്ലേ മോനെ പ്രണയിക്കുന്ന അള്ളാഹുവിനോടുള്ള സംസാരം. സെക്കൻഡ് സ്റ്റെപ്പ് അസ്സലാത്തുൽ ഖംസ്, നിസ്കാരം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിലെ 2ാമത്തെ സ്തംഭം. ആരെയാ പ്രണയിക്കേണ്ടത്? അവിടത്തെ പ്രണയത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് റബ്ബിന്റെ മുമ്പിൽ നിന്ന് പറ, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. തല ഉയർത്തി നടക്കണമെന്നാണ് നമ്മളോട് പഴമക്കാര് പറഞ്ഞത്. അതാണ് അഭിമാനം, അതാണ് പ്രൗഢി, അതാണ് ഒരാൾക്കുണ്ടാവേണ്ടത്. എന്നാൽ അഭിമാനത്തിന്റെ സൈനായ തല താഴെ കൊണ്ടുവച്ച് ബാക്ക് സീറ്റ് പോലും മുകളിൽ വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വളഞ്ഞു നിന്നിട്ടാണ് റബ്ബിനോട് പറയുന്നത്, ഞാനൊന്നുമല്ല, ഞാൻ ആരുമല്ല. പ്രണയിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ ആരൊക്കെ ആവാനാണ് ചെറുപ്പക്കാര് ശ്രമിക്കാറുള്ളത്? ഒന്നുമല്ല. എന്തൊക്കെ അഭിനയങ്ങളാണ്! പ്ലാസ്റ്റിക് അല്ലാതെ എന്താ പറയാ, റെഡിമെയ്ഡ് സ്നേഹം അഭിനയിക്കുന്നവർ അള്ളാന്റെ മുമ്പിൽ പറയുകയാണ്, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. മോനെ, ചേർന്ന് വാ എന്നോട്. എന്താ 3ാമത്തെ വിഷയം എന്ന് പറയുന്നത്? സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാശൊരു പ്രശ്നമേ ഇല്ല. അവൾക്ക് ആവശ്യമായത് എന്തും കൊടുക്കാൻ റെഡിയാണ്. അവളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ റെഡിയാണ്. അവൾക്ക് ബസ് ഫെയർ കൊടുക്കാൻ റെഡിയാണ്. എല്ലാം റെഡിയാണ്. തിരിച്ചും ഇങ്ങോട്ട് ഭർത്താവ് അയക്കുന്ന കാശ് കോയലിൽ നിന്നെടുത്തിട്ട് സ്വർണ്ണാഭരണം അടക്കം തന്റെ കാമുകന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തവർ എത്രയാണ്? അതല്ല മോനെ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയ 3ാമത്തെ പ്രണയത്തിന്റെ സ്റ്റെപ്പ് അസ്സകാത്ത്. പക്ഷെ ആരോട്? അല്ലാഹ്. ഇനി പറ, ഏതാ 4ാമത്തെ സ്റ്റെപ്പ്? പണവും കൊടുക്കാൻ തുടങ്ങി, സംസാരവും തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം സമർപ്പിക്കാൻ അവൻ തയ്യാറാണ്. സമ്പത്തിന് സമ്പത്ത്, കാശിന് കാശ്, കുടുംബത്തിന് കുടുംബം.
അതല്ലേ ഒളിച്ചോട്ടങ്ങളിൽ കാണുന്നത്, അതല്ലേ പ്രണയ കേസുകളിൽ കാണുന്നത്. 17 വയസ്സ് വരെ പ്യൂബിക് ഏജ് വരെ വളർത്തിക്കൊണ്ടുവന്ന വാപ്പാന ഉമ്മാന മറന്നിട്ട് പോകുന്നത് ആര് കൂടെയാണ്? എല്ലാം സമർപ്പിക്കാൻ റെഡിയായ ആണും പെണ്ണും. അതല്ലേ 4ാമത്തെ സ്റ്റെപ്പ്, ഫലി റബ്ബിക ഫസ്ബിർ അസ്സൗം. പക്ഷെ ആരോട്? അല്ലാഹ്. ത്യാഗം ചെയ്യാൻ റെഡിയായവർ. 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പ്രണയത്തിലെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലയനമാണ്, ഒളിച്ചോട്ടമാണ്. അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ രക്ഷിതാക്കൾ കെട്ടിച്ചു കൊടുക്കലാണ്, ഏതായാലും സംഗമങ്ങളാണ്. അതല്ല മോനെ, ഹജ്ജ് എന്ന് പറയുന്നത് അതല്ലേ? എല്ലാം സമർപ്പിക്കലല്ലേ, എല്ലാം ഡെഡിക്കേറ്റ് ചെയ്യലല്ലേ? പരിശുദ്ധ ഇസ്ലാമിലെ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ പ്രണയിക്കേണ്ടതിന്റെ, നമ്മൾ അനുഭവിക്കുന്ന പ്രണയത്തിന്റെ സ്റ്റെപ്പുകൾ മനോഹരമായി വരച്ച് കാണിച്ചതാണ്. പക്ഷെ പ്രണയം ആരോട്? അല്ലാഹ്. മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ ഇഹ്റാമിന്റെ നിയ്യത്ത്, ഉംറയുടെ ഹജ്ജിന്റെ ആ ഒരു കുളി കുളിക്കുന്നവർ മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ, കഫംപുട നിർവഹിക്കുന്ന പോലെ, കഫൻ ചെയ്യുന്ന പോലെ ഇഹ്റാമിന്റെ തുണി എടുക്കുന്നവർ. പിന്നെ ഒരു യാത്രയാണ്, 10 കാലുള്ള കട്ടിലിൽ കൊണ്ടുപോകുന്ന പോലെ, സന്തൂഖിലേറ്റി കൊണ്ടുപോകുന്ന പോലെ നിലം തൊടാതെ പറക്കുകയാണ്. റബ്ബിൽ പോയി ലയിക്കാൻ വേണ്ടിയിട്ട് മരണതുല്യമായ യാത്ര പോകുന്നവർ ആലോചിക്കണേ. എല്ലാം സമർപ്പിക്കേണ്ടത്, എല്ലാം കൊണ്ടു ചെല്ലേണ്ടത് പ്രണയത്തിന്റെ ദാതാവ് സമർപ്പിക്കേണ്ട അള്ളാഹുവിലേക്കായിരിക്കട്ടെ നമ്മുടെ പ്രണയങ്ങൾ. അവിടെ ഉപകാരമുള്ളത്. മിക്സഡ് ഫീലിംഗ്സ് ഓഫ് എക്സ്പെക്ടേഷൻ ആൻഡ് ടെൻഷൻസ് എന്നാണ് പ്രണയത്തെ നിർവഹിച്ചത്. മിക്സഡ് ഫീലിംഗ് ആണ്. പ്രണയിക്കുന്നവർ മനസ്സിലാക്കി എത്ര അർത്ഥമാണിത്, എത്ര മനോഹരമാണ് വാക്ക് മിക്സഡ് ഫീലിംഗ് ഓഫ് എക്സ്പെക്ടേഷൻസ്. ഒരുപാട് പ്രതീക്ഷകളാണ്. ഇവൻ ഓതിക്കൊടുക്കുന്നു, അറബിക്കടലും അവൻ്റെ ആയിരിക്കും, മറ്റു വിഷയങ്ങളൊക്കെ അവൻ്റെ ആയിരിക്കും. പാവം പെണ്ണുവൻ്റെ കൂടെ ഇറങ്ങി വരാൻ വലിയ വലിയ സൗന്ദര്യത്തിന്റെ മനക്കോട്ടകൾ സൃഷ്ടിച്ച് എക്സ്പെക്ടേഷൻ ആൻഡ് ടെൻഷൻസ്. ആരൊക്കെയോ ഒബ്സ്റ്റക്കിൾസ് തന്റെ മുമ്പിലുണ്ട്. കുടുംബത്തിൻ്റെത്, ബാപ്പയുടേത്, നാട്ടുകാരുടേത് എല്ലാം തകർത്തിട്ട് മോള് വരിക. 2 മിക്സഡ് ഫീലിങ്ങുകളാണ് ഈ പ്രണയരംഗത്തുള്ളത്. മോനെ, അത് നാളെ തകരും. എന്നാൽ എക്സ്പെക്ടേഷൻ, അള്ളാഹിന്റെ സ്വർഗം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ പ്രണയിച്ചവർക്ക് അവിടെ ടെൻഷനുകളില്ല, ഖൈർ മാത്രമാണ്. എല്ലാം ഖൈറാക്കാൻ ഒരു മുഅ്മിന് സാധ്യമാകുന്നതാണ്. തെറ്റുകൾ അവന് പ്രയാസങ്ങൾ വന്നാലും ശകറ, അതവന് ഖൈറാൻ. പ്രയാസങ്ങൾ വരുമ്പോ സ്വബറ, അതും അവന് ഖൈറാൻ. അവൻ തിരിച്ചു നടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. ബോധ്യമായെങ്കിൽ ഉറക്കെ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിലേക്ക് അടങ്ങുന്ന, അവനിലേക്ക് നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. അവനിലേക്ക് എത്താനുള്ള മനോഹരമായ വഴികളിൽ അല്ലാഹു സംവിധാനിച്ചു വെച്ചത് വളരെ വളരെ നന്മയുള്ള കാര്യങ്ങളാണ്. 3 കോടി നിയമത്തുകളെ കിട്ടിയിട്ട് അതിന്റെ അളവിലെങ്കിലും ശുക്ർ ചെയ്യണ്ടേ? എന്നിട്ടല്ലേ ആ ജാസ്തി ചെയ്യാ, എക്സ്ട്രാ ചെയ്യൽ. അതിന്റെ അളവെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ടോ? അളവെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങളെ തന്നു. നാളത്തെ രാത്രി പോലെ ഒരുപാട് ഓഫറുകളുടെ കാലങ്ങളെ തന്നു. നാളെ ഒരാൾ റബ്ബിന്റെ മുമ്പിലേക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞത്, സ്നേഹം കൊണ്ട് അല്ലാഹു ഓതി വെച്ചത്, പറഞ്ഞത് വനമ് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നാളെ അല്ലാഹു പാപമോചനം നൽകുമെന്നാണ്, ഇത്ഖുമിനന്നാറാക്കുമെന്നാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഉറക്കാമീൻ പറ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളിൽ പെടുത്തട്ടെ. കൽബ് ഗോത്രക്കാർക്ക് ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു ആ കാലത്ത്. അവരുടെ ആടുകളുടെ രോമത്തിനേക്കാൾ കൂടുതൽ എത്ര ഉണ്ടാവും? ഇഷ്ടം കൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്താൻ അള്ളാഹുവിന്റെ മന്നുകൊണ്ട്, ഫضل കൊണ്ട് നമ്മളൊക്കെ സഹായിക്കാൻ ഒന്ന് മുന്നോട്ട് കൊടുക്കുക. ഒരു ചെറിയ അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അവന്റെ പള്ളിയിലേക്കൊന്ന് ചെല്ല്. അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാര
ആഖിറത്തിന്റെ നിയത്തുകളെ വെച്ച് കൈവിട്ട് എവിടൊക്കെയാണ് നമ്മൾ പോവാറുള്ളത്? എന്റെ ഉമ്മമാരാലോചിക്കണം. എവിടെ പോയാലും അങ്ങാടി സമയത്ത് ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം കൂലിയാ അള്ളാഹു തരുന്നത്. എത്ര പറയട്ടെ? 10 ലക്ഷം കൂലിയാണ്. വേണോ? അള്ളാഹു സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് فهو حي لا يموت بيده الخير وهو على كل شيء قدير. ഒരു പ്രയോഗമുണ്ട്, തലവെട്ടിയാലും മറക്കരുത് എന്ന്. നമ്മുടെ ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ പറയുന്നൊരു വേർഡാണ്, തലവെട്ടിയാലും മറക്കരുത്. അങ്ങനെ ഞങ്ങളോട് പറയാൻ, ഇത് മറക്കേ ചെയ്യരുത്. ഇന്ന് രാത്രി മുതൽ സംഘടിപ്പിച്ചവർക്ക്, പ്രവാസികൾക്ക്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നടത്തിയ ഉസ്താദുമാരൊക്കെ രക്ഷപ്പെടും. ഇതൊന്ന് നിങ്ങൾ ആരെങ്കിലും നിലനിർത്തിയാൽ നിങ്ങളുടെ രക്ഷയാണ്. അതിൻ്റെ മിസ്ല സവാബ് 10 ലക്ഷം നിങ്ങൾക്ക് കൂലി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മിസ്ല സവാബ് പറഞ്ഞ, അതിന് വേണ്ടി വേദിയൊരുക്കാൻ ശ്രമം നടത്തിയ ചെറുപ്പക്കാർ, ഉസ്താദുമാർ, അഭ്യുദയകാംക്ഷികർ, സഹകരിച്ചവർ, അവർക്കൊക്കെ കിട്ടും. നമ്മളാരും മറക്കരുത്. 11 തവണ മഗ്‌രിബിന്റെയും സുബഹിന്റെയും ശേഷം ചെല്ലാൻ പഠിപ്പിച്ച ദിക്റല്ലേ. അതിന്റെ കൂടെ 3 പദങ്ങളാണ് അധികമുള്ളത്. നമ്മൾ പഠിച്ച ദിക്റിന്റെ ആ വാൽകഷ്ണം, വാൽഭാഗം, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്ന് എണീറ്റിരുന്നാലോ? കൂടെ നമുക്ക് പറയാം. ലാ ഇലാഹ, ഒന്നുറക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് فهو حي لا يموت بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. ഈ ദിക്ർ അങ്ങാടിയിലെത്തുമ്പോൾ ചൊല്ലിയാൽ ഇതിന്റെ പേര് തന്നെ ദുആ ഉസ്സൂഖ്, അങ്ങാടിയിലെ പ്രാർത്ഥന എന്നാണ്. ഏതാണ് അങ്ങാടി? എന്തിനാണ് ഇത്ര 10 ലക്ഷം കൂലി അള്ളാഹു തരുന്നത്? നബിത്തങ്ങൾ പറഞ്ഞു, അങ്ങാടി എന്നാൽ അങ്ങാടിയിലെത്തിയിട്ട് ദിക്ർ ചെല്ലുന്ന ആളെന്നാൽ, അള്ളാഹുവിന് അങ്ങാടിയിലെത്തിയിട്ട് ഒരാൾ ഓർക്കുക എന്നാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഫള് എത്രയാണെന്നറിയോ? ദീനിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? രണഭൂമിയിൽ ഷഹീദായി കിടക്കുന്ന, അല്ലെങ്കിൽ ഞെട്ടറ്റ് കിടക്കുന്ന, ശിരസ് ഛേദിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യ ശരീര കബന്ധങ്ങൾക്കിടയിൽ ജീവനോടെ എണീറ്റ് വരുന്ന ആൾക്ക് സമാനമാണ് അങ്ങാടിയിലെത്തിയിട്ട് റബ്ബിനെ ഓർക്കുന്നവർ എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന കബന്ധങ്ങൾക്കിടയിൽ, ഡെഡ് ബോഡികൾക്കിടയിൽ ജീവനോട് എണീറ്റ് വരുന്ന ആൾക്ക് സമാനാണ്. അങ്ങാടി നമ്മുടേതല്ല. ആവശ്യത്തിലപ്പുറം അവിടെ ഇരിക്കൽ എന്റെ കൂട്ടുകാർ. ആവശ്യത്തിലും അധികം അവിടെ ഇരുന്നാൽ എന്തും സംഭവിക്കും. ദീന ആളുകൾ നിന്ന് വലിഞ്ഞു പോകും. യുസ്ബിഹു മുഅ്മിന, രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മുഅ്മിനായിരുന്നു. വയുംസി കാഫിറാ, വൈകുന്നേരം തിരിച്ചു വരുമ്പോ കാഫിറായി പോകുന്ന അവസ്ഥയുണ്ടാകും. ആലോചിക്കുക. അതുകൊണ്ട് അങ്ങാടി കൂടുതൽ സമയം നിൽക്കാതെ, അതങ്ങാടി മുസ്ലിമീങ്ങളുടെ വിളനിലങ്ങളല്ല, കൂടുതലായിട്ട് നിലനിൽക്കേണ്ട സ്ഥലങ്ങളല്ല. ആവശ്യത്തിന് മനോഹരമായ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനോ ആവശ്യാനുസരണം വല്ലതിനും വേണ്ടിയോ അല്ലാതെ അങ്ങാടിയുടെ പളപളപ്പിൽ, ദുനിയാവിന്റെ മൊഞ്ചിൽ, അലങ്കാരത്തിൽ, സുഹറഫിൽ ആളുകൾ എന്നെ മറക്കുന്ന സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ 10 ലക്ഷം കൂലി ഞാൻ അവന് കൊടുക്കുമെന്ന് മാത്രമല്ല, 10 ലക്ഷം ദോഷങ്ങളെ അള്ളാഹു പുറത്തു തരുമെന്ന് മാത്രമല്ല, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്ര കാര്യമാണ് പറഞ്ഞത്? 10 ലക്ഷം കൂലി പോസിറ്റീവ്, 10 ലക്ഷം തിന്മ ഒഴിവാക്കുക, ദെൻ പോസിറ്റീവ് 20 നന്മയാണ്. മാത്രമല്ല ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലെത്താം. അവിടെ ഒരു കൊട്ടാരം.
അല്ലാഹുവേ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. മനസ്സാകുന്ന സ്ക്രീനിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചേക്ക് പൊന്നുമോനെ മോളെ, മനസ്സാകുന്ന സ്ക്രീനിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചേക്ക്, മറക്കണ്ട. കിട്ടാതെ ഇരിക്കുന്നുവെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, ജുറൈജ് ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, മിസ്ബാഹ് ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. എഴുതിയെടുത്ത് വാങ്ങുന്ന രാത്രി തന്നെ ഒരു നന്മ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമായെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ടല്ലോ നമ്മളൊക്കെ. നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പമുള്ളത്? നന്മയാണോ തിന്മയാനാണ് എളുപ്പം? തിന്മയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ ആൻസറാണ്. നന്മ ചെയ്യാനാണ് എളുപ്പം, നന്മ ചെയ്യാനാണ് എളുപ്പം, നന്മ ചെയ്യാനാണ് എളുപ്പം. സിനിമാ ഹാളിലേക്ക് പുതിയത് റിലീസായപ്പോൾ കയറിപ്പോയ ആളുകൾ ഓർക്കണേ, ആദ്യത്തെ 1-2 തവണ പോകുമ്പോ എങ്ങനെയാ പോയത്? ആരും അറിയാതെ, ഒരാളും അറിയാതെ കരിഞ്ചന്തയിൽ വരി നിൽക്കുമ്പോ, ടിക്കറ്റിന് നിൽക്കുമ്പോ എങ്ങനെയാണ് ആള് കാണുമോ എന്ന് പേടിച്ച് കരിഞ്ചന്തയിൽ സീക്രട്ടായി വാങ്ങിപ്പോയവർ, ബാൽക്കണിയിൽ ഏതോ കോണിൽ പോയി ഇരുട്ടിരുന്നവർ, അപ്പയാണ് തൊട്ടടുത്തിരിക്കുന്ന അയൽവാസി തോണ്ടിയിട്ട് ചോദിച്ചത്, ജാബിറെ നീ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? പിന്നെ ബേജാറായി. പിന്നെ സിനിമയിൽ ആരാ വന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ആദ്യത്തെ 1-2 തവണയാണ്, മോഡസ്റ്റി പോയതിനു ശേഷമുള്ളതല്ല. അത് പിന്നെ അവരുടെ ഈമാൻ ഉണ്ടാവില്ല അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബിനകത്ത് നിന്ന് വെറുപ്പിനോടുള്ള ആ ഒരു തിന്മയോടുള്ള നിഫ്രത്തിനെ അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. 1-2 തവണത്തെ കഥയാ പറയുന്നത്. നമ്മൾ പോയത് എത്ര പേടിച്ചിട്ടായിരിക്കും, എത്ര പേടിച്ചിട്ടായിരിക്കും നമ്മളൊക്കെ പോയിട്ടുണ്ടാവുക. ഈ കൂട്ടുകാരൻ അയൽവാസി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് തന്തൂരിക്കടയിൽ മുഴുവനും വാങ്ങിച്ചു കൊടുക്കും, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട്. ഇല്ലേ, ഒരു തെറ്റ് ചെയ്യാനാണ്. കാമുകയോട് സംസാരിക്കുന്നത്, നമ്പർ ലോക്കിട്ട് വെക്കുന്നവർ വീട്ടിലെവിടെയെങ്കിലും അത് ചാർജ് ചെയ്യാൻ വെച്ചാൽ എന്തിന്? ഒരു തിന്മ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ ഏതോ ഡെസ്റ്റിനേഷനിലേക്ക് അവളെയും കൊണ്ട് പറന്നത്. അള്ളാഹു അറിയുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ആ തിന്മ ചെയ്യാൻ എടുത്ത റിസ്ക് എത്രയാണ്, ടാസ്ക് എത്രയാണ്. ഏതോ മദ്യഷോപ്പുകളുടെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ വരി നിന്നപ്പോ വിനയാന്വിതനായി താഴെ മാത്രം നോക്കിയത്, ശബ്ദമുണ്ടാക്കാത്ത എന്തുകൊണ്ടാണ്? ആള് നന്നായത് കൊണ്ടല്ല, ആള് നന്നായത് കൊണ്ടല്ല. ബഹളമുണ്ടാക്കിയാൽ ആളറിയുമോ? അല്ലെങ്കിൽ താഴെ മാത്രം നോക്കി തവാളു കാണിക്കുമ്പോഴും അയാളുടെ മനസ്സിനകത്ത് ഭീതിയാണ്, പേടിയാണ്. റബ്ബേ, തിന്മ ചെയ്യാൻ ഇത്ര ബേജാറുണ്ട്. ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ജുമക്ക് പോകുമ്പോ ഈ ബേജാറുണ്ടോ? ഇതേ ജാബിർ തന്നെയാണ് നാളെ പള്ളിയിൽ പോകുമ്പോ കൂട്ടുകാരനായ ആള് കണ്ടാൽ, കൂട്ടുകാരൻ കണ്ടാൽ, അയൽവാസി കണ്ടാൽ ആരോടും പറയരുത് ഞാൻ ജുമക്ക് പോയത് എന്ന് പറഞ്ഞിട്ടവന് എന്തെങ്കിലും ഓഫർ ചെയ്യാറുണ്ടോ? ഏതാണ് തിന്മയാണോ ചെയ്യാൻ എളുപ്പം, നന്മയാണോ ചെയ്യാൻ എളുപ്പം? ആലോചിക്കുക. ആളുകൾ തിന്മ ചെയ്യാൻ എടുക്കുന്ന ടാസ്കും ആ ഒരു അലേർട്ട്നെസ്സും ഒക്കെ നന്മക്ക് നിലവഹിച്ചിരുന്നുവെങ്കിൽ ഉസ്താദെ നമ്മുടെ മഹല്ല് നമുക്ക് മക്കാക്കാമായിരുന്നു അല്ലേ? തിന്മ ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാർ, ഞാനടക്കം ഒരു കുറ്റം പറയല്ല, ഒരു പ്രയോഗം അങ്ങനെ വരികയാണ്. നമ്മൾ ചെയ്യുന്ന ഔത്സുക്യവും തൃഷ്ണയും നന്മക്കായിരുന്നുവെങ്കിൽ നമ്മളെ നാടമക്ക് എന്താക്കായിരുന്നു? നമ്മുടെ നാട് സുഭിക്ഷമായ നന്മയുടെ വിളനിലങ്ങളാകുമായിരുന്നില്ലേ? ആതുര സേവന രംഗത്ത് മറ്റു ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് കർമ്മമണ്ഡലങ്ങളിൽ നമുക്ക് മുദ്ര പതിപ്പിക്കാമായിരുന്നുവല്ലോ. ജമാഅത്ത് നമ്മൾ എത്തുമായിരുന്നല്ലോ. നന്മക്കല്ല നമ്മൾ പ്രാധാന്യം കാണിക്കുന്നത്, തിന്മക്കാ നമ്മൾ അത്രയും അലേർട്ട് എടുത്ത്, അത്രയും ശ്രദ്ധ ചെലുത്തി, അത്രയും ശ്രമകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മക്കാണ്. അതേ പോസിറ്റീവ്നെസ് നീ നന്മയിലേക്കാക്കിയിരുന്നുവെങ്കിൽ, നിന്റെ ആരോഗ്യം നന്മയിലേക്കാക്കിയിരുന്നുവെങ്കിൽ, നിന്റെ ചിന്തകളെ നന്മയിലേക്കാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ നാടുകളിൽ പൊന്നു വിളയിക്കാമായിരുന്നു. നന്മയല്ല, തിന്മയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടേണ്ടത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് വല്ല ഇൻസെക്ട്സും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തൂക്കിയിട്ട ഹുക്കിൽ നിന്നെടുക്കുമ്പോ കുടഞ്ഞാൽ 10 കൂലി അല്ല തരികയല്ലേ? അത് ബിസ്മി ചൊല്ലിയിട്ട് അത് ധരിക്കാൻ തുടങ്ങിയാൽ 10 കൂലി. വലത് കൈ മുന്തിച്ചാൽ, വലത് ഭാഗം മുന്തിച്ചാൽ 10 കൂലി. ചുരുങ്ങിയത് ഒരു ഡ്രസ്സ് ധരിക്കുമ്പോ 30 കൂലി ചുരുങ്ങിയത്.
ഇന്നർവെയർ അടക്കം സഹോദരങ്ങൾ ചുരുങ്ങിയത് 4 എണ്ണമെങ്കിലും ധരിക്കുമ്പോ, ചെരുപ്പടക്കം 5 എണ്ണമെങ്കിലും ധരിക്കുമ്പോ, 6 എണ്ണമെങ്കിലും ധരിക്കുമ്പോ എത്ര കൂലിയാണ് ഒരു വസ്ത്രധാരണയിൽ? ആരാ തരുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ജഗനിയന്താവായ അള്ളാഹു നമ്മളോട് സ്നേഹം കാണിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? ആ അള്ളാഹുലേക്കല്ലേ നമ്മൾ തിരിച്ചു പോവേണ്ടത്. തിന്മ ചെയ്യാനാണ് റിസ്ക് ഉള്ളത്, നന്മ ചെയ്യാനല്ല. ഉമ്മയെ വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴോ, ഏതെങ്കിലും മത്സ്യം മുറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാമുകനോട് വേണ്ടിയിട്ട് അവൾ ഫോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്ലസ് 2കാരി, 10ാം ക്ലാസ്സുകാരി. അതേ ഉമ്മ വരുന്നോ എന്ന് ഇടക്കിടക്ക് ജനാലയുടെ ഹലലുകളിലൂടെ നോക്കുന്നവർ, വീക്ഷിക്കുന്നവർ, അത്രമാത്രം അലേർട്ട്നെസ് എടുക്കുമ്പോ വുളൂ ചെയ്ത് ഇശാ നിസ്കാരത്തിന് വേണ്ടി റൂമിലേക്ക് നടന്നു പോകുമ്പോ നോക്കുന്നുണ്ടോ വിൻഡോയുടെ വിടവിലൂടെ? എന്താ മോളെ നീ പാത്തു നോക്കുന്നത്, കട്ടു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല. അങ്ങനെ പറയോ? നിസ്കരിക്കാൻ പോകുമ്പോ റിസ്ക് ഇല്ലല്ലോ. രാത്രി 12 മണി വരെ വാളിന്റെ സദസ്സിലിരുന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എവിടെയായിരുന്നു? ഞാൻ ഇന്നാലിന്ന വാളിന്റെ സദസ്സിലെത്തിയിരുന്നു. ആരെ കൂടെ? അയൽവാസിയായ മുഹമ്മദ് ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും ഒരു സങ്കോചവുമില്ലാതെ ഡോറ് തുറന്നു തരുന്നു, നിനക്ക് ഭക്ഷണം വിളമ്പി തരുന്നു. രാത്രി 2 മണിയായാലും നീ പറയോ ഞാൻ സിനിമക്ക് പോയിരുന്നു, ഞാൻ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയിരുന്നു, നിനക്കെന്ത് സ്വീകാര്യതയാ ഉള്ളത്? ഏത് ചെയ്യാനാണ് എളുപ്പം? ഏതിനാ സ്വീകാര്യതയുള്ളത്? ആലോചിക്കുക. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നാട് നീളെ തിന്മ നടന്നാലും, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമല്ല തിന്മയായിരുന്നാൽ പോലും തിന്മയിലേക്കല്ല ചെറുപ്പക്കാരാ നമ്മൾ പോവേണ്ടത്. തിന്മയിലേക്കല്ല നിങ്ങൾ പോവേണ്ടത്, നന്മയിലേക്കാണ്. നമ്മൾ ആരാ? വലാ തഹിനൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. മറ്റൊരായത്തിൽ ഇൻ കുൻതും മുഅ്മിനീൻ അൻതുമുൽ ആലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഉന്നതരെന്നല്ലാഹു നമ്മളെ ഉന്നത പോസ്റ്റിലേക്ക് വെച്ച ആളുകളാ നമ്മളല്ലേ ഉന്നതർ, നമ്മളല്ലേ ഉഷാറുള്ളവർ, നമ്മളല്ലേ സ്റ്റാറ്റസ് ഉള്ളവർ, നമ്മളല്ലേ പ്രസ്റ്റേജ് ഉള്ളവർ, നമ്മളല്ലേ ഇമേജ് ഉള്ളവർ. അങ്ങനെയാകുന്നത്, മോശമായി പോകുന്നത്. കലാലയങ്ങൾ തിന്മയുടെ വിളനിലങ്ങളാണെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് തിരുത്തേറ്റ് എഴുതിക്കൊണ്ട് സംസാരിച്ചോട്ടെ. വാഫിയുടെ തിരുത്തി പറഞ്ഞോട്ടെ. വാഫിയുടെ കലാലയങ്ങൾ നന്മയുടെ കേന്ദ്രങ്ങളാണ്, നന്മയുടെ മർക്കസുകളാണ്, നന്മയുടെ സെന്ററുകളാണ് കലാലയങ്ങൾ. 10 മണിക്ക് കയറിയിട്ട് 4 മണിക്ക് തിരിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരികൾ ഡിഗ്രിയിലാവട്ടെ, പ്ലസ് 2വിലാവട്ടെ, സെക്കൻഡറികളിലാവട്ടെ, എവിടെയായാലും തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടുകൾ നന്മ കൊണ്ട് നിറക്കാൻ കഴിയുമാറ് സാധ്യതകളും സാധുതകളും ഇഷ്ടം പോലെയുള്ള വേറൊരു ഡെസ്റ്റിനേഷൻ ചർച്ച ചെയ്യാൻ പോലും ഇന്നത്തെ മലബാറിലില്ല, സാധ്യവുമല്ല. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ തിന്മകൾ നടമാടുന്ന കലാലയത്തിൽ ഞാൻ മുസ്ലിമാണെന്ന ആ ഒരു നെയ്യത്ത് വെച്ച്, ആ ഒരു അഭിമാന ബോധമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അല്ലാഹു ബസ്റിബാദ്, ആ കണ്ണൊന്ന് തിന്മയിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ആ കലാലയത്തിൽ അവന്റെ ഒരു ദിവസത്തെ ജീവിതത്തിലെ 6 മണിക്കൂറിനകത്ത് അവന്റെ നന്മയുടെ അക്കൗണ്ട് ഫ്ലോ ചെയ്യുന്നത്രയ്ക്കും നടക്കാൻ സാധ്യമാകും. മോനെ നീയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്, മോളെ നീയാണ് ശ്രമിക്കേണ്ടത്. ഹറാമായ മഹറമല്ലാത്ത ആളോട് സംസാരിക്കാൻ പോകുമ്പോ, അവരുമായി ശയിക്കാൻ പോകുമ്പോ, കാമം തീർക്കുന്ന കലാലയങ്ങൾ വരെ നമ്മുടെ നാടുകളിലുണ്ടത്രേ. കൊക്കുരുമി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാനില്ല, ഞാൻ ആരാൻ? 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റുമായി, ഏഴിന്റെ സർട്ടിഫിക്കറ്റുമായി പള്ളിയിൽ വന്ന്, മദ്രസയിൽ വന്ന് ഉസ്താദുമാരുടെ പ്രിയപ്പെട്ടവരായ ആൺകുട്ടികളായി പെൺകുട്ടികളായി റാങ്കുകൾ വാങ്ങിപ്പോയവർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിവിധ കലാലയങ്ങളിൽ നിന്ന് മടങ്ങി വന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മെറിറ്റിലോ അല്ലാതെയോ കയറിപ്പോകുമ്പോ മനോഹരമായി നിസ്കരിച്ചവരും അള്ളാഹുവിന് വേണ്ടി എല്ലാ രാത്രികളിലും അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്തു പോയ ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെയാ അവിടെത്തുമ്പോ വഴിതെറ്റി പോകുന്നത്? മോനെ നീ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണ്. അൻതുമുൽ ആലൂൻ. നീ നിന്റെ സംസ്കാരത്തിലേക്ക് മറ്റുള്ളവരെ
അവിടെ നിന്ന് കൊണ്ടുവരേണ്ടവരാണ്, മറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യേണ്ടവരാണ്, മറ്റുള്ളവരെ കൂടി സ്റ്റിമുലേഷൻ നടത്തേണ്ടവരാണ്, മറ്റുള്ളവരെ കൂടി ആവാഹിക്കേണ്ടവരാണ്. അതേ സ്ഥാനത്ത് നീ മറ്റുള്ളവരുടെ സംസ്കാര ശൂന്യതയിലേക്ക് കയറി പോകുന്നതാണ് ഇന്ന് പ്ലസ് 1 എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഉസ്താദുമാരോട് ചോദിക്ക്, 8ാം ക്ലാസ്സിലെത്തിയപ്പോ കുട്ടിക്ക് വല്ലാത്തൊരു മാറ്റം എന്ന് പറയുന്ന രക്ഷിതാക്കൾ. അങ്ങനെയാ, നല്ല മോനായിരുന്നു, വെട്ടില് കത്തി ആള് മാകെ മാറിപ്പോയി, നിസ്കാരമില്ല, ഒന്നുമില്ല എന്ന് പറയും അല്ലേ. ഒരു സത്യം കൂടെ ഞാൻ പറയാം, LKG UKG ഒക്കെ ക്ലാസ്സിൽ നല്ല പഠിക്കായിരുന്നു. ആ ടീച്ചർമാർക്ക് ഭയങ്കര ഇമേജാ. 3-ലെത്തുമ്പോൾ 4-ലെത്തുമ്പോൾ ടീച്ചർ ലേശം മോശമാണെന്ന് പറയും, അല്ലെ ഉസ്താദ് മോശമാണ്, 1ാം ക്ലാസ് ഉസ്താദ് നല്ലായിരുന്നു, അത് സദർ ഉസ്താദ് എന്ന് പറയും. ഞാൻ ഉസ്താദ്മാരെയും പഹരവെക്കല്ല, പക്ഷേ അവരുടെ ആ ഒരു ശാരീരികമായ വളർച്ചയിൽ വരുന്ന മാറ്റാണത്. ഉസ്താദിനെ മാറ്റായിക്കൊള്ളണം എന്നില്ല. 1-ലും 2-ലും ശിലകളിൽ കൊത്തിവെച്ച പോലെ എന്ത് നടന്നാലും വീട്ടിൽ പോയി പറയുന്നവർ 3-4-ലെത്തുമ്പോൾ അല്പം ഉൾവലിയുന്നു, ശ്രദ്ധ മാറുന്നു. അതാ കാരണം. അതുകൊണ്ട് ആലോചിക്കണേ, കലാലയങ്ങളിൽ ചെന്നാൽ മറ്റുള്ളവരെ സൽപന്താവിലേക്ക് ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവന്ന് ജമാഅത്തിന് ളുഹറിന് പള്ളിയിലോ പ്രേയർ ഹാളിലോ പോകുന്നവരാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. അസംസ്കാരത്തിന്റെ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ അതിൽ ഒലിച്ചു പോകുന്ന ചവറുകളാവാനുള്ളവരല്ല ഞാനും നിങ്ങളും, മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്ന നല്ല ബോധത്തിലേക്ക് തിരിച്ചു വരിക. സംസ്കാരമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പ്രണയമെന്ന് പറയുന്നത്. ആ പ്രണയത്തിന്റെ വക്താക്കളൊക്കെ ആവാനുള്ളതല്ല നമ്മൾ. ചവറുകളും ചാവേറുകളും ആവാനുള്ളവരല്ല മുസ്ലിമീങ്ങൾ, പവറുകളായി നിലകൊള്ളാനുള്ളവരാണ്. ചവറുകളും ചാവേറുകളുമായി നിലകൊള്ളാനുള്ള നല്ല ചെറുപ്പക്കാർ, സ്ട്രീറ്റ് ലൈറ്റുകളെ പോലെ നന്മയുടെ പ്രഭ പരത്തേണ്ടവരാണ് നമ്മുടെ ചെറുപ്പക്കാര്. ചവറുകളും ചാവേറുകളുമായി നിലകൊള്ളാനുള്ളവരല്ല, പവറുകളായി ലോകത്തിന് നന്മകൾ പകർത്തി കൊടുക്കേണ്ടവരാണ് നമ്മുടെ ചെറുപ്പക്കാര്. എങ്ങനെയാ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന വേസ്റ്റ് സമാനമായി നമ്മൾ മാറിപ്പോകുന്നത്? മോനെ, അൻതുമുല്ലൗ ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാൻ നിലനിർത്ത്, അല്ലാഹു നമ്മളെ പഠിപ്പിച്ചെടുത്ത് നിൽക്ക്. എന്നാൽ അതാ നമുക്ക് സൗഭാഗ്യമുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവസാനമായി പറഞ്ഞോട്ടെ, ഇത്രയും സ്നേഹമുള്ള അല്ലാഹു നമുക്ക് സ്വർഗം തരുമോ ഇല്ലേ? വയല് കേട്ടല്ലോ നമ്മൾ 1.5 മണിക്കൂർ. അല്ലാഹു ഇത്രയും പറഞ്ഞ സമയത്ത് എന്താ റബ്ബിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കയറിയത്? സ്വർഗം തരുമോ തരില്ലേ? തരുമോ? അള്ളാഹു നമുക്ക് സ്വർഗം തരും. എങ്ങനെയാണല്ലേ? പോരല്ലോ, നേരത്തെ ദിക്റിന് ഉഷാറുണ്ടായിരുന്നല്ലോ. തരുമല്ലേ? തരും. അള്ളാഹു തആല തരട്ടെ. കുറേ ഒരു 32% അല്ലെ ഒരു 50% താഴെയാണ് ആ ഒരു ബോധമുള്ളവർ, തരുമെന്നുള്ള വിശ്വാസത്തിലേക്ക് കയറി വന്നവർ. ഒരൊറ്റ ഹദീസ് ഞാൻ പറയാം. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിച്ചത്, എങ്ങനെയാണോ അവന്റെ സങ്കല്പമുള്ളത്, അങ്ങനെയാണ് ഞാൻ അവനോട് പെരുമാറുക. തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്യുക, റീബിഹേവ് ചെയ്യുക. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലെങ്കിൽ സ്വർഗം തരും എന്നുള്ള ഒരു വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അതിലൂടെ നന്മയും വേണേ, വിശ്വാസം മാത്രം പോരാ, കർമ്മം ഉണ്ടാവട്ടെ. അത് നിലനിർത്താൻ നമുക്ക് സാധിക്കാം. എൻ്റെ അടിമ എന്നെ കുറിച്ച്, ഞാനൊക്കെ നരകത്തിന്റെ ആളാണെന്ന് അയാൾ തന്നെ സ്വയം വിചാരിച്ചാൽ, എൻ്റെ അടിമ നരകത്തിന്റെ ആളാണ്, അങ്ങനെയാണെങ്കിൽ അവൻ നരകത്തിന്റെ ആൾ തന്നെയാണ്. അല്ലെങ്കിൽ വേറെ അർത്ഥം പറഞ്ഞത്, എൻ്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിച്ചോ ഞാൻ അങ്ങനെയാണ് അവനോട് പെരുമാറുക. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ.